ഞങ്ങൾ 2 പ്രാവശ്യം ഫസ്റ്റ് പോയ സമയത്ത് ഇവിടേക്ക് ചുക്കും പിന്നെ തേനൊക്കെ ഒഴിച്ചിട്ട് മണ്ണൊക്കെ എടുത്തിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു കുപ്പിയിലാക്കി തന്നു. അത് ചെയ്തു. അത് ചെയ്തിട്ടൊന്നും അങ്ങനെ ഒരു ഫലമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 2ാമത്തെ തവണ ചെന്നപ്പോഴാണ് ആണിയിൽ ചിരട് ചുറ്റിയിട്ട് ചെയ്യാൻ പറഞ്ഞു. അതും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, ഹസ്ബൻഡിന് വരാൻ പറ്റിയില്ല. വന്നപ്പോ ഇട്ട ചുരിദാർ നല്ല ഭംഗിയുണ്ടായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇതൊക്കെ പറഞ്ഞ് ആള് എൻ്റെ അടുത്ത് ഇങ്ങനെ എന്നോട് ഭയങ്കര സ്നേഹമാണ്, ഇഷ്ടമാണ്. ഫസ്റ്റ് കണ്ടപ്പോ തന്നെ ഭയങ്കര ഇഷ്ടമായി എന്നുള്ള രീതിയൊക്കെ ആള്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ താല്പര്യമില്ല, എനിക്ക് ഹസ്ബൻഡിന് തന്നെയാണ് ഇങ്ങനെ ഇഷ്ടം എന്ന് പറഞ്ഞു. ആള് പക്ഷെ എന്നെ ഭയങ്കര സ്നേഹമാണ്, നീ എന്താ എൻ്റെ അടുത്ത് ആദ്യം വരായിരുന്നത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചു. ആദ്യം ഒരു ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ ആള് സംസാരിക്കും. പിന്നെ നമ്മളെ കൊണ്ട് ഇങ്ങനെ ഫോൺ ചെയ്യാൻ പറയും. ഫോൺ വിളിക്ക്, എന്നെ എന്തെങ്കിലും വിളിക്കണം, ബുദ്ധിമുട്ട് എന്തെങ്കിലും പറയണം, പൈസയുടെ വല്ല ആവശ്യം എന്താ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മ എന്താ പറയണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആള് നമ്മളെടുത്ത് ഒരു വിഷമങ്ങളാണ്, കുഴപ്പമില്ല ശരിയായിക്കോളും, ഞാൻ ശരിയാക്കി തരാം, നമുക്കൊരു തരം പ്രതീക്ഷകളൊക്കെ തരുന്ന ഒരു രീതിയിലാണ് ആളെ സംസാരം. എനിക്ക് വേറെ പിന്നൊരു ബന്ധമുണ്ട്, അതിനത് തെളിയിച്ചു തരാം അല്ലെങ്കിൽ അത് പിടിച്ചു തരാം. അപ്പൊ അത് അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിൽ നിന്ന് പിടിച്ചു തരണം. എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ഉണ്ട് ആൾക്ക്. ഒരു പെണ്ണിനായിട്ട് എസ് വെച്ചിട്ട് ആരെങ്കിലും ഉണ്ടോ, ഫ്രണ്ട്സിന്റെ ഭാര്യമാരുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ആളെ എന്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാല് ഒരു എസ് വെച്ചിട്ട് പേരുള്ള ഒരു സ്ത്രീയായിട്ട് ആൾക്ക് ബന്ധമുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ തരത്തിലുള്ള ബന്ധമുണ്ട്. ഇനി ഇങ്ങനെ പോയാല് ചിലപ്പോ കുട്ടികളൊക്കെ ആവാം, നിങ്ങളെ ചിലപ്പോ ഉപേക്ഷിക്കാം, അങ്ങനെയുള്ള രീതിയൊക്കെ ആൾ എന്റെ അടുത്ത് പറഞ്ഞു. എന്റെ കാലിനടിയിൽ മണ്ണെടുത്ത് തുറക്കുന്നു പറഞ്ഞു എന്നോട് നടത്തിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഭൂമി വെക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് കാലിനടി മണ്ണെടുക്കണം എന്ന് പറഞ്ഞു. ആ മണ്ണെടുത്തോണ്ട് പോകണത് ഇതിനാന്നുള്ളത് ഞാൻ പിന്നീട് അറിയില്ല. അതുകൊണ്ട് കൊടുത്തു, ആളത് ഇത് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഇതറിയില്ല, അങ്ങനത്തെ ഒരു പെണ്ണും ഇല്ല എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം. പിന്നെ അതിന് 2ാമത്തെ പ്രാവശ്യം ചെന്നപ്പോൾ അന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അങ്ങനെയുള്ളൊരു രീതി വന്നു. അപ്പൊ തന്നെ ഞാൻ ആളെ ഉന്തി മാറ്റിയെന്ന് വെച്ചാൽ നമ്മള് ആ ഒരു ഇത് നമ്മളായിട്ട് പ്രേരിപ്പിച്ച് നമ്മള് കാരണം കൊണ്ടൊരു ഇത് തെറ്റ് വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ ആള് പിണക്കം അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് നമ്മളെ അടുത്ത് ഇങ്ങനെ കാണിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു താല്പര്യമില്ലെങ്കിൽ വേണ്ട, ഞാനില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നോട് പറഞ്ഞു വിളിക്കാതിരിക്കരുത്, ഫോൺ ചെയ്യണം. എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഇഷ്ടമെന്ന് പറയണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല എനിക്കിഷ്ടമില്ല, എനിക്ക് ഹസ്ബൻഡിന്റെ അടുത്താണ് ഇഷ്ടം. അവ പറഞ്ഞില്ല ഞാൻ ഇഷ്ടപ്പെടുത്തും. ഞാൻ പറഞ്ഞില്ല അങ്ങനെ പറ്റില്ല. അവ പറഞ്ഞില്ല എനിക്ക് പറ്റും ഇഷ്ടപ്പെടുത്താൻ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആള് എനിക്ക് മിഠായി തന്നത്. അത് കുറച്ചു നേരം എന്റെ തലയിൽ ഇങ്ങനെ വെച്ചിട്ട് എന്റെ വായിൽ വെച്ച് തരിക ചെയ്തത്. എന്തോ ചൊല്ലീനെ തോന്നണേ. ഞാനിപ്പോ ആളെന്റെ ബാക്കിലാണ് നിന്നിരുന്നത്, അപ്പൊ എനിക്ക് മുഖത്ത് നോക്കാൻ പറ്റിയിരുന്നില്ല. അപ്പൊ കുറച്ചു നേരം തലയിൽ ഇങ്ങനെ വെച്ചു. അപ്പൊ അങ്ങനെയാണ് ഇത് വായിൽ വെച്ച് തന്നത്. മിഠായി കഴിച്ചപ്പോ ആദ്യം ആളോട് അങ്ങനെ ഒരു തങ്ങളെന്നുള്ളൊരു ഇഷ്ടമാണ് നമുക്ക് തോന്നിയിരുന്നത്. മിഠായി കഴിച്ചതിന് ശേഷം പിന്നെ നമുക്കൊരു ആളെ വിളിക്കണം എന്നുള്ളൊരു ടെൻഡൻസി, ആളോടൊരു അട്രാക്ഷൻ തോന്നി. ശാരീരികമായിട്ടുള്ളതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആള് പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞ് 2-3 ആളെ നോക്കിയിട്ടാണ് ആള് പിന്നെ എന്റെ അടുത്തേക്ക് വന്നത്. ദൈവതുല്യനായി കണ്ട തങ്ങൾ തന്ത്രപൂർവ്വം ഒരുക്കിയ ചതിക്കുഴിയിൽ അറിയാതെ അവൾ വീണുപോയി എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. ആദ്യം ഫ്രണ്ട് ഡോറിൽ കൂടെയാണ് ആദ്യം അകത്ത് കയറ്റുക. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊന്ന് ഫോൺ വിളിച്ചൊന്ന് പരിചയമായി കഴിഞ്ഞാൽ പിന്നെ ആള് തന്നെ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറയും ബാക്കിൽ കൂടെ വായോ, ആളെ കാണാൻ പറ്റുന്നറിയാം. അങ്ങനെ ആളുടെ കൺസൾട്ടിംഗ് റൂമിൽ നമ്മളെ കയറ്റില്ല, അപ്പുറത്തെ റൂമിൽ എത്തിയിട്ടാണ് സംസാരിച്ചത് അന്ന്. അപ്പോ സ്വാഭാവികമായിട്ടും സംശയം വരില്ല, നമ്മൾ തങ്ങൾമാരല്ലേ. അപ്പൊ അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാലോ, തങ്ങൾമാരങ്ങനെ നമ്മളെ തൊടേ ഇങ്ങനെ വേണ്ടാത്ത രീതിയിൽ സംസാരിക്കാനൊന്നുമില്ല. പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ചെയ്യുമ്പോ നമ്മളിങ്ങനെ കെട്ടിപ്പിടിക്കുക, ഇങ്ങനെ കിസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ നമ്മൾക്ക് ഒരു പുറത്ത് പറയാൻ സ്വാഭാവികമായിട്ടും പേടിയാണ്. പിന്നെ ഒരു തങ്ങന്മാരെ പറ്റി എന്താ പറയാ, അവരെ പറ്റി അങ്ങനെ പറയാൻ പാടുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള ഒരു പേടി മനസ്സിൽ വന്നു. നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കിയെങ്കിലും ആള് ഒരു തരം നമ്മളോട് പിണക്കം, ദേഷ്യം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഭാവങ്ങൾ കാണിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് തന്നെ അയ്യോ അവരെ പിണക്കിയല്ല, അങ്ങനെ ഒരു വിഷമം നമുക്ക് തോന്നും. അങ്ങനെ ഈ ആള് ഇങ്ങനെ ചൂഷണം ചെയ്തത്. ഭർത്താവില്ലാത്ത ദിവസമാണ് ഞാനന്ന് പോയത്. 18-ാം തീയതി തങ്ങളെ കോണ്ടാക്ട് ചെയ്തു. ആ സമയത്ത് തങ്ങള് ഫോൺ എടുക്കണ്ടായിരുന്നില്ല.
ആളെ ഫോൺ ചാർജ് ഇല്ലാണ്ടോ അങ്ങോട്ടാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നത് കണ്ടിട്ടാണ് തോന്നുന്നുണ്ട് ആള് ഫോൺ ചാർജ് ചെയ്ത് വെക്കാൻ വേണ്ടി റൂമിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചു. എന്നിട്ട് എന്നോട് വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ സംസാരിച്ചത്, നീ വിളിക്കുമ്പോ എപ്പോഴും വീടിന്റെ കാര്യം ഇതും ആൾക്കാർ വന്ന കാര്യം മാത്രം സംസാരിക്കണുള്ളൂ എന്റെ അടുത്ത്, അല്ലാണ്ടുള്ളത് ഒന്നും സംസാരിക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വിളിക്കായിരുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഫോൺ എടുക്കായിരുന്നതെന്നും പറഞ്ഞു എന്റെ അടുത്ത്. എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, നീ ഒരാളോട് ഒന്നും പറയാണ്ട് നീ പതുക്കെ എഴുന്നേറ്റ് വീടിന്റെ പുറകുവശത്ത് കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പുറകുവശത്ത് കൂടെ ചെന്ന സമയത്ത് ആളൊട്ടിക്കുണ്ടായിരുന്നുള്ളൂ. ബാക്കിലെ ഡോർ തുറന്നു തന്നത് ആളാണ്. അങ്ങനെ അകത്ത് കയറി അങ്ങനെ ഡോറ് ആളാണ് അടിച്ചു. എന്നിട്ട് എന്നോട് അപ്പുറത്ത് റൂമിൽ ഇരുന്നോളാൻ പറഞ്ഞു. എന്നിട്ടാണ് പിന്നെ ആള് എന്റെ അടുത്ത് ഇങ്ങനെ ഇഷ്ടമാണ് ഇങ്ങനെയുള്ള ഇത് ശാരീരികമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതുണ്ടായി. ലൈംഗികമായിട്ടുള്ളൊരു താല്പര്യം ആൾക്ക് വന്ന് ആള് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കാര്യങ്ങളുണ്ടായത്. രണ്ടര മണിക്കൂറോളം ഞാൻ അകത്തുണ്ടായിരുന്നു, ആളുടെ ഒപ്പം ഉണ്ടായിരുന്നു. പുറത്തെ ആൾക്കാരും ഇതേപോലെ കൺസൾട്ടിങ്ങിന് വന്നിട്ട് ആൾക്കാരും ഇരിക്കണ്ടായിരുന്നു. ശാരീരികമായിട്ടുള്ളതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആള് പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞ് 2-3 ആളെ നോക്കിയിട്ടാണ് ആള് പിന്നെ എന്റെ അടുത്തേക്ക് വന്നത്. അങ്ങനെ ഹസ്ബൻഡിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ആള് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ഫോൺ വിളിക്കാറുണ്ട്. അങ്ങനെ ഫോൺ നമ്പർ വാങ്ങി ആളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ആള് പറഞ്ഞു, ആള് പറഞ്ഞതെന്ന് വെച്ചാൽ ആ കുട്ടിയും കൂടിയും താല്പര്യം കാണിച്ചിട്ടാണ് ഞാൻ ഇതിൽ ചെയ്തത് എന്നാണ് ആള് സംസാരിച്ചത്. ഞാനടുത്ത് വേറെ ഒന്നും സംസാരിച്ചില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പം അതിൻ്റെ മനസ്സിലാവില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് വരുന്ന ആൾക്കാർ പലരും പല രീതിയിൽ പറ്റാത്ത ആൾക്കാർ വരിക, മീൻസ് അവരെ കൊണ്ട് പറ്റാതെ നമ്മൾ ഇങ്ങനത്തുള്ളൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ആൾക്കാർ വരുന്നത്. നിങ്ങളത് വിശ്വാസം ചൂഷണം ചെയ്യുമ്പോൾ നിങ്ങൾ ആ പ്രസ്ഥാനത്തിന് തകർന്നു പോകും. ഞാനത് നിങ്ങൾ എത്ര നല്ല തറവാടിന്റെ ആയാലും ഞാനത് നിങ്ങൾക്കെതിരായിട്ടൊന്നും നീങ്ങുന്നില്ല, താൽക്കാലികമായിട്ട്. നമ്മളൊരു കാര്യം നടത്താൻ വേണ്ടി ചെന്നു, അതല്ലല്ലോ നമുക്ക് നടന്നത്. നമ്മള് സ്വാഭാവികമായിട്ട് ഒരു ഉപയോഗിച്ചു. അപ്പൊ അതിനോട് എനിക്ക് നേരിട്ട് കാണാം. ഞാൻ എനിക്ക് നിങ്ങൾ കാണണ്ട, സംസാരിക്കാൻ വേണ്ട. ഒരു പരിധി വരെ നാണക്കേടാണ്. ഒരു നാണക്കേടെന്ന് കാരണം വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഉള്ള എല്ലാവരും അറിയും, നമ്മുടെ മക്കളറിയും, നമ്മുടെ ബന്ധുക്കളറിയും. പിന്നെ നമുക്ക് പുറത്തുനിന്നേക്കാൾ ഒരു വിഷമം പിന്നീട് ആൾക്കാരെ കാണുന്നൊരവസ്ഥ ഉണ്ടാവും. അതിന്റെ പേരിൽ മാത്രമല്ല മറച്ചു വയ്ക്കുന്ന എൻ്റെ ഒരു കാര്യം. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. ക്ഷമിക്കാന്ന് വെച്ചാല് ഇപ്പൊ കുട്ടികളുണ്ട്, അപ്പൊ അതിന്റെ പേരിൽ ഡൈവേഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ ആൾക്ക് തീരെ താല്പര്യമില്ല. അപ്പൊ അതിന്റെ പേരിൽ മക്കളെ നോക്കണം, മക്കള് ചെറുതാണ്. അപ്പൊ അതിന്റെ പേരിൽ ഡൈവേഴ്സ് ചെയ്യണില്ല. ഇങ്ങനെ എന്തായാലും ജീവിതം ഇങ്ങനെ പോയി. പിന്നിപ്പോ മരിക്കണ വരെ ഇങ്ങനെ അങ്ങോട്ട് ജീവിക്കുക, ആ ഒരു ഇത് ആള് പറഞ്ഞു. കുറെ മെസ്സേജ് ചെയ്തു. എന്റെ ഹസ്ബൻഡ് ഞാൻ തല്ലി, പ്രശ്നങ്ങളാണ് വീട്ടില്, എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞ് മെസ്സേജ് ചെയ്ത സമയത്ത് ആള് എന്നെ തിരിച്ചു വിളിച്ചു. അത്ര നേരം ഫോൺ എടുക്കണ്ടായിരുന്നില്ല. ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞപ്പോ ഞാൻ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ പേര് എഴുതി വെച്ച് എന്തായാലും ആത്മഹത്യ ചെയ്യുന്ന പറഞ്ഞപ്പോ ആള് ഫോൺ എടുത്തു. അപ്പൊ സംസാരിച്ചു, എന്തിനാ അങ്ങനെയൊക്കെ വിചാരിക്കണത്, അങ്ങനെയൊന്നും വിചാരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങോട്ട് വേറൊരു രീതിയിലുള്ള ആശ്വാസമല്ല, ആൾക്ക് പേടി. അപ്പൊ ആള് എന്റെ അടുത്ത് ആ ഒരു രീതിയിൽ അങ്ങനെ വിചാരിക്കാൻ പാടില്ല, ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ആളങ്ങനെ പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഇങ്ങോട്ട് വായോ. അപ്പൊ ഞാൻ ചെങ്കട വരണ്ടേന്ന് ചോദിച്ചു. പറഞ്ഞു ഇവിടെ വീട്ടിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോ അവിടെ ഫാമിലിയും എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് തന്നെ എനിക്ക് പോയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി ആള് ഞാൻ മാത്രല്ല, ആള് ഇതിനു വേണ്ടി ഒരുപാട് ഇത് ചെയ്യണ ആളാണെന്നുള്ളത് അന്ന് മനസ്സിലായത്. ആള് വളരെ സെറ്റപ്പ് ആയിട്ടാണ് അവിടെ ഇരിക്കണത്. ചില ഒരുപാട് കാര്യങ്ങൾ അതിനു വേണ്ടി നീക്കിയിട്ട് തന്നെയാണ് ആള് അവിടെ ഇരിക്കണേന്നുള്ളത് മനസ്സിലായി. ആളുടെ ഫോണിലൊക്കെ ഒരുപാട് പെണ്ണുങ്ങളുടെ ഫോട്ടോസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്.
എന്തോ ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ച് പറഞ്ഞു. അപ്പൊ ആളുടെ അടുത്തൊരു CI ഉണ്ടായിരുന്നു, രാമചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്. ആള് അടുത്ത് പറഞ്ഞാല് ഇയാളെ പൊക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു നമ്മളോടൊരു ഭീഷണി എന്നുള്ളൊരു സ്വരം ആളുടെ വായിന്ന് വന്നു. ടെൻഷനും ഭയങ്കര, ഉറങ്ങാൻ പറ്റില്ല, ഉറക്കം കിട്ടാറൊന്നുമില്ല, രാത്രി തീരെ ഉറങ്ങാറില്ല. അങ്ങനെ ഉറങ്ങുമ്പോ ചിലപ്പോ നെറ്റെണീക്കും. 1-2 തവണ ഞാൻ ശ്രദ്ധിച്ചു. പിന്നീട് സ്ഥിരമായിട്ട് ഇപ്പോൾ ഞാനത് സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി ഒരു കൗൺസിലിംഗ് കഴിഞ്ഞു. ഇപ്പോഴും അതുണ്ട്, ഞെട്ടലുണ്ട്. ആളുടെ ഒരു എന്താ പറയാ, ഒരു സഹായാവസ്ഥ നമ്മള് കാണുമ്പോഴേ, അല്ല ഞാൻ കാരണം അവരും ടെൻഷനല്ല. പിന്നെ നോക്കുമ്പോ പിള്ളേര് കരയൂലേ കാണാണ്ട്. എനിക്ക് വന്ന പോലെ ഇനി വേറൊരാൾക്ക് ഇനി വരരുത് എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഇപ്പൊ ചാനലിൽ ഇത് സംസാരിച്ചത്. ഇനിയും ഒരുപാട് ഈ വിശ്വാസങ്ങളുടെ പുറകെ നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരിനി ഇതിൽ പോയി പെടരുത് എന്നുള്ളൊരു ആയൊരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ടാണ് ഇതിൽ സംസാരിച്ചത്.